അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ലക്ഷ്യം ഏറ്റവും എളുപ്പത്തിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. റബ്ബിന്റെ അനുഗ്രഹത്താൽ നമ്മൾ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ ഭാഗവും നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ പല കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 127, 128 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ കൃത്യമായി പറയാനും അത് പകർത്താനും അത് പഠിക്കാനും ഒക്കെയുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മൾ 125 ആയത്തുകളിലാണ് മൊഡ്യൂൾ 6 ഉണ്ടായിരുന്നത്. മൊഡ്യൂൾ 7ലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പ്രവേശിച്ചിട്ടുണ്ട്, 126 മുതൽ. ഇപ്പൊ നമ്മൾ 7ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് 100 മുതൽ 125 ആ ആയത്തുകൾ വരെയുള്ള ഭാഗം വെച്ചുകൊണ്ടുള്ള നമ്മുടെ 6ാമത്തെ ക്വിസ് മത്സരം ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ആദ്യം ഒന്ന് നമുക്കൊന്ന് ഓതി നോക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും കൂടെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. നമ്മൾ 126 ആയത്ത് വരെയാണ്
കഴിഞ്ഞ 68 ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചത്. ഇൻഷാ അള്ളാ ഇന്ന് 127, 128 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ 2 ആയത്തുകളാണ്. അതിൽ പല ഭാഗങ്ങളും നമുക്ക് പരിചയമുള്ളതാണ്. പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ചില പ്രാർത്ഥനകളാണ് ഇതിൽ പ്രധാനമായും നമ്മൾ പറയുന്നത്. അതിൻ്റെ കൂടെ ആ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമ്മൾ ഒന്ന് ഓതി നോക്കാം. എല്ലാവരും കൂടെ ഓതാൻ ശ്രദ്ധിക്കുക. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഓക്കെ, അപ്പൊ നമ്മള് 127, 128 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇൻഷാ അള്ളാ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച പല ഭാഗങ്ങളും അതിൽ പറയപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അർത്ഥങ്ങളിൽ തന്നെ പലതും നമുക്ക് പരിചയമുള്ളതാണ്. വളരെ ചുരുക്കം പദങ്ങൾ മാത്രമാണ് ഒരു പക്ഷേ നമുക്ക് പരിചയമില്ലാത്തതുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നത് വഇദ് യർഫഉ ഇതൊക്കെ നമുക്ക് പരിചയമാണ്. ഇബ്രാഹിം അറിയാം. അൽ ഖവാഇദ് ഇങ്ങനൊരു പദം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടോ? അൽ ഖവാഇദ് എന്താണ്, വളരെ ഓർമ്മയിലുണ്ടോ? അൽ ഖവാഇദ് എന്ന് പറഞ്ഞിട്ടൊരു പദം പറഞ്ഞതുണ്ടോ? അൽ ഖവാഇദ് എവിടെയെങ്കിലും പഠിച്ചത്? നമ്മൾ പഠിച്ച 126 ആയത്തിൽ എവിടെയെങ്കിലും ഖവായിദ് വന്നിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങളൊരു അഭിപ്രായം കൂടി പറഞ്ഞോളി. ഒന്ന് മെസ്സേജ് ചെയ്യാട്ടോ. ഇല്ല, ഓക്കെ. എന്നാ പിന്നുള്ളത് മിനൽ ബൈത്തി പഠിച്ചിട്ടുണ്ട്, വൈസ്മായിൽ പഠിച്ചിട്ടുണ്ട്, റബ്ബന പഠിച്ചിട്ടുണ്ട്, തക്കബല പഠിച്ചിട്ടുണ്ട്, മിന്ന പഠിച്ചിട്ടുണ്ട്.
ഇന്നക അൻത സമീഉൽ അലീം എന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. റബ്ബന വജഅൽന മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിന പഠിച്ചിട്ടുണ്ട്, ഉമ്മത്ത മുസ്ലിമ. വ അരിന മനാസിക്കന, മനാസിക് എന്നുള്ളൊരു പ്രയോഗം ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. മനാസിക്ക അല്ലെ, മനാസിക്, മനാസിക് എന്നുള്ളത് പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ആയത്തില് രണ്ടേ രണ്ട് പദങ്ങൾ മാത്രമാണ് നമുക്ക് അറിവില്ലാത്തത്, അല്ലെങ്കിൽ പിന്നെ കൃത്യമായി നമ്മൾ പഠിക്കാത്തത് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ശരിയാണോ? ഞാൻ ആ പറഞ്ഞത് ശരിയാണോ? രണ്ട് വാക്കാണോ, അതിൽ കൂടുതൽ വാക്കുണ്ടോ? എന്താണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം? വേറെ ഏതെങ്കിലും വാക്കുകൾ പഠിക്കാത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടോ? ഈ രണ്ട് വാക്ക് തന്നെയുള്ളൂ, ബാക്കിയൊക്കെ നമുക്കറിയണം. ഇപ്പൊ യർഫഉ എന്നുള്ളത് നമ്മൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വേറെ പലതും എന്താണ്, തഖബ്ബലിയും ഇതൊക്കെ നമ്മൾ പറഞ്ഞ പ്രയോഗങ്ങളാണ് അല്ലെ. അറീന എന്നുള്ളത് അത് ശരിക്കും റഅ എന്നുള്ളത് അർത്ഥത്തിൽ തന്നെയാണ്. വന്നുർന എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ നളറിയും റഅയും റഅയ്ത പിന്നെ റഅയ്ന ഈ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ശരിക്കും അരിന എന്നുള്ളത്. അതിന്റെ ഒരു ഫാഇൽ വസിനായിട്ട്, അല്ലെങ്കിൽ എന്താണ്, നേർക്ക് നേരെ പറയുന്ന ഒരു പ്രയോഗമാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് പഠിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്തായിരുന്നല്ലേ, നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കുമ്പോൾ ക്ലിയർ ആകും അല്ലെ. വേറെ ഒന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റെഡി? അപ്പൊ എന്നാ നോക്കിക്കോളിയും. അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം എന്തിനാണെന്നറിയും. നമ്മൾ പഠിച്ചു പോന്നിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ രണ്ട് വാക്കേ ഇനി പഠിക്കാനുള്ളൂ. പഠിക്കാതെ പോന്നിക്കുകയാണെങ്കിൽ ഇതിൽ പറയപ്പെട്ട 20 വാക്കുണ്ടെങ്കിൽ ആ 20 വാക്കും എന്ത് ചെയ്യാണ്ടാവും, പഠിക്കാനുണ്ടാകും. അപ്പോ പഠിച്ചു പോകാൻ എന്ത് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ്. ഇപ്പൊ 128 ആയിട്ടുള്ളൂ. ഇനിയും നമ്മൾ പോയാൽ ഒരു പക്ഷേ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, നമുക്ക് ഫുള്ള് അറിയുന്ന പദങ്ങളായിരിക്കും. ഒരു പക്ഷേ ഒരു പേജ് മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ 1-2 പദങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങും നമുക്ക് അറിയാത്തത്. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ നോക്കാം. എന്നാൽ നമുക്ക് തുടങ്ങാം. 127 ആയത്ത്. ഈ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തവണ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വല്ലാതെ നമ്മൾ വിശദീകരിച്ചിട്ടില്ലെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോളി. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ. ഇബ്രാഹീമു, ഇബ്രാഹീമ എന്ന് പറ്റൂല, ഇബ്രാഹീമു ഫാഇലാണ്. ഇബ്രാഹീമു അൽ ഖവാഇദ, ഖവാഇദ. ഓക്കെ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ. ഓതിക്കോളി. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ. ربنا تقبل منا. റബ്ബന ബാക്ക് ശബ്ദുണ്ട്, അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. റബ്ബന തഖബ്ബൽ മിന്ന, തഖബ്ബൽ മിന്ന, തഖബ്ബലു എന്നല്ല, തഖബ്ബൽ. റബ്ബന തഖബ്ബൽ മിന്ന, മിന്ന എന്നുള്ളത് കുറച്ച് നീട്ടും. ഇന്നക അൻതസ് സമീഉൽ അലീം. السميع. إنك أنت السميع العليم. ഓക്കെ, നമുക്കൊന്ന് തുടങ്ങാം. വഇദ്, നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെതായ ചില പ്രാർത്ഥനകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ,
അദ്ദേഹം റബ്ബിനോട് അതിന് കൊടുത്ത മറുപടികൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലൂടെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ചെറിയ രൂപത്തിലൊന്ന് നമ്മൾ മനസ്സിലാക്കി. കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ച കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ പറയാണ് ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം. എന്ന് പറഞ്ഞാൽ ഉയർത്തിന. എന്ന് പറഞ്ഞാൽ ഉയർത്തി. എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നു. ഇത് എന്ന് പറഞ്ഞ സന്ദർഭം. ഉയർത്തി, ഉയർത്തുന്നു അല്ലെങ്കിൽ ഉയർത്തുക. ഇബ്രാഹിം, ഇബ്രാഹിം ഉയർത്തിയ സന്ദർഭം. ഉയർത്തിയിരുന്ന സന്ദർഭം എന്നാണ് ശരിക്ക് ഇത് എന്നാണ്. ഉയർത്തി കഴിഞ്ഞു, അത് കഴിഞ്ഞു പോയതാണ്. പക്ഷെ എന്നാലും പ്രയോഗം ഇവിടെ യർഫഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇബ്രാഹിം നബി അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ ഉയർത്തിക്കൊണ്ടിരുന്ന ആ ഒരു സന്ദർഭത്തെ ഓർക്കാൻ വേണ്ടി പറയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ഒരു ഖവാഇദിനെ എന്തുയർത്തുക? അൽ ഖവാഇദ്. ഖവാഇദ് എന്ന് പറഞ്ഞാല് അസ്ഥിവാരം അല്ലെങ്കിൽ അടിത്തറ എന്നുള്ള ആ പ്രയോഗമാണ്. മിനൽ ബൈത്തി. മിനൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആ കഅബയിൽ നിന്ന്. മിന നിന്ന്, അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബ അല്ലെങ്കിൽ വീട്. ഇവിടെ വീട് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും വീടല്ല, അള്ളാന്റെ വീട്. അൽ ബൈത്തുല്ലാ അഥവാ കഅബ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇബ്രാഹിം, ഇബ്രാഹിം ഉയർത്തിയിരുന്ന സന്ദർഭം നീ ഓർത്തു നോക്കുക. എന്തിനെ ഉയർത്തുന്നു? അൽ ഖവാഇദ, ആ അടിത്തറകളെ, അസ്ഥിവാരം കീറി ആ ഒരു മിനൽ ബൈറ്റ്, ആ ഒരു ദൈവിക ഭവനത്തിൽ നിന്ന് അഥവാ കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭം നീ അനുസ്മരിക്കുക അല്ലെങ്കിൽ ഓർക്കുക. ഇസ്മാഈലു, ഇസ്മാഈലും. ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇസ്മാഈലു, ഇസ്മാഈലും എന്ന് പറയുന്നത്. അല്ലാതെ വഇദ് യർഫഉ ഇബ്രാഹീമു ഇസ്മാഈലുൽ ഖവാഇദ എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? അതിന് ചില പ്രത്യേകതകളുണ്ട്, കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറയാത്തതും. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി അല്ല. ഇബ്രാഹിം നബിയോടാണ് അള്ളാഹു കൽപ്പിച്ചത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഒരു സഹായിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. അപ്പൊ വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി ഇസ്മാഈൽ. വഇദ് യർഫഉ ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭം നീ ഓർക്കണം. ഇബ്രാഹീമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അൽ ഖവാഇദ ആ ഒരു അടിത്തറകളെ, മിനൽ ബൈത്തി കഅബയിൽ നിന്നുള്ള അഥവാ കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നീ ഓർത്തുകൊള്ളുക. ഇസ്മായിൽ, അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും. എന്നിട്ട് അവര് പറയാണ് റബ്ബന, അവരുടെ പ്രാർത്ഥനയാണ് പിന്നെ പറയണത്. വഖാല റബ്ബന അല്ലെങ്കിൽ വഖാല റബ്ബന. എന്നിട്ട് അവര് പറയുകയും ചെയ്തു, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്നും ഇത് ഖബൂൽ ചെയ്യണേ, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ. ഇന്നക അൻതസ് സമീഉൽ അലീം. ഇന്നക തീർച്ചയായും നീ, അൻതസ് സമീഅ് നീ എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീം എല്ലാം അറിയുന്നവനുമാകുന്നു. ഇന്നക നിശ്ചയമായും നീ, അൻത നീ തന്നെയാണ്, അസ്സമീഅ് എല്ലാം കേൾക്കുന്നവനും, അൽ അലീം എല്ലാം അറിയുന്നവനും. അപ്പൊ അത് ക്ലിയർ ആണോ? അർത്ഥം മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ഇനിയാണ് നമ്മൾ ഇതിന്റെ ഓരോ വിശദീകരണങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അർത്ഥം ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ, റെഡി. എന്നാ നോക്കിക്കോളി, എന്താണ് ഈ ഒരു വാചകത്തിലൂടെ അള്ളാഹു പറയുന്നത് എന്നാണ്. നേരെ ശ്രദ്ധിക്കുക.
وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَائِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി ആ ഭവനത്തിന്റെ അഥവാ കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭം നീ ഓർക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ, എന്നിട്ട് അവർ രണ്ടുപേരും പറയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണേ. ഇന്നക അൻതസ് സമീഉൽ അലീം, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്ന സമഅ കേൾവിന, അൽ അലീം ഇൽമ് അറിവുള്ളവനുമാണ്. ഇനി എന്താണ് ഈ വാചകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയാം. ഇവിടെ ആദ്യം പറഞ്ഞത് എന്താ? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ, അല്ലെ? അതാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും തുല്യ പങ്കല്ല ഈ കഅബ ഉണ്ടാക്കുന്ന വിഷയത്തിലുള്ളത്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമാണ് പ്രവാചകൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതും. അപ്പൊ കൽപ്പന വന്നതും നിർമ്മിക്കുന്നതും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വന്നതും എല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്കാണ്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കുട്ടിയായിരിക്കുന്ന സമയത്താണ് അവർക്ക് ഈ ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഈ കൽപ്പന വരുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് വരികയാണ്. എവിടെ നിന്ന്? ഫലസ്തീനിൽ നിന്ന് തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉള്ള മക്കയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു. എന്നിട്ട് മകൻ അവിടെ ചില കാര്യങ്ങൾ ചെയ്ത വലിയൊരു ചരിത്രമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഈ കാര്യത്തിലേക്ക് വിളിക്കുന്നതും. അങ്ങനെ രണ്ടുപേരും കൂടി കഅബ നിർമ്മിക്കാനായി, അത് പുനർനിർമ്മിക്കാനായിട്ട് തയ്യാറാകുന്നതും. അതിന്റെ നിർമ്മാണവും അതിന്റെ കല്ലുകൾ വെക്കലും അതിന്റെ ഓരോ പടവുകളും നടത്തിയതെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നാൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഒരു സഹായിയായി, വാപ്പാക്കുള്ള ഒരു സഹായിയായി ഒരു കല്ലുകൾ കൊടുന്നു കൊടുക്കുക, അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുക, ഈ കാര്യങ്ങളാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിർവഹിച്ചിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം, പ്രത്യേകിച്ച് കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ. ആരാണ് കഅബ നിർമ്മിച്ചത്? നമ്മളിതിനു മുമ്പ് കഅബയെ കുറിച്ച് അതിന്റെ ഫളിലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദമായി കൊണ്ട് തന്നെ എന്ത് ചെയ്തിരുന്നു? കഅബയുടെ ഫളിലുകളും ആ കഅബ ഉൾക്കൊള്ളുന്ന പള്ളിയുടെ ഫളിലുകളും അതിന്റെ വലിപ്പം എത്രയാണ്, അതിൽ ഏതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്രം, അതിൽ ഏറ്റവും പ്രധാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കഅബ നിർമ്മിക്കാൻ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത് എന്നത് ശരി തന്നെയാണ്. എന്നാൽ അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ആ കഅബ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ കൂടി പണ്ഡിതന്മാർക്ക് കാണാൻ കഴിയും. പണ്ഡിതന്മാരുടെ വാക്കുകളിലുള്ള കാര്യമാണ്. അതിൽ തന്നെ ആദ്യമായി കഅബ നിർമ്മിച്ചത് മലക്കുകളാണ് എന്നും, പിന്നീട് ആദം നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ആ കഅബയിൽ അവിടെ വന്നുകൊണ്ട് ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നും, പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വലിയ ഒരു തൂഫാൻ, ആ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ കഅബയാകെ നശിച്ചുപോയി എന്നും, പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ടാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ അഥവാ ഇന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയത് എന്നും പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്പോ അന്നുള്ള കഅബ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കാര്യങ്ങൾ നിർവഹിച്ചു. പിന്നെ അതിനുശേഷം കാലങ്ങളോളം അവിടെ ആരാധനാ കർമ്മങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കഅബയുടെ ഭാഗത്ത് വന്നുകൊണ്ട് തന്നെയാണ് ആളുകൾ ആരാധനകൾ നിർവഹിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനക്കുള്ള ആ ഒരു മറുപടി എന്നോണം, ഉത്തരം എന്നോണം അവിടെ ധാരാളം ആളുകൾ വന്നുകൊണ്ട്
ആരാധനാകർമ്മങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോ ആ കഅബയുടെ ഭാഗത്തും അംർ ഇബ്നു ലുഹയ്യിനെ പോലുള്ള ആളുകൾ ബിംബങ്ങളെ കൊണ്ടുവന്ന് അവിടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. കഅബയിൽ ആദ്യമായി കൊണ്ട് ഈ ഒരു ബിംബത്തെ കൊണ്ടുവന്നതും അതേപോലെ തന്നെ മക്കയിൽ ഈ ബിംബാരാധന കൊണ്ടുവന്നതൊക്കെ കഅബ് ഇബ്നു ലുഅയ് എന്ന് പറയുന്ന അംർ ഇബ്നു ലുഅയ്, കഅബ് ഇബ്നു ലുഅയ് അല്ല, അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. അതൊക്കെ വലിയൊരു ചരിത്രമാണ്. നമ്മൾ അത് വിശദീകരിച്ചാൽ ഇന്നും ഈ ആയത്ത് മാത്രം ഒതുങ്ങി പോകുമോ എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ നിർമ്മിച്ചു. പിന്നെ ആളുകൾ എല്ലാവരും അവിടേക്ക് വരാൻ തുടങ്ങി, ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. എന്നാൽ പിന്നീട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും മുഹമ്മദ് നബിയുടെയും ആ കാലഘട്ടത്തിനിടയിൽ പല തവണ ആ കഅബയിൽ പല തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളും കടന്നു വന്നു. ആ കഅബ എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടോ അതിന് തികച്ചും വിരുദ്ധമായിക്കൊണ്ട് ആ കഅബന്റെ ഉള്ളിലും പുറമേയുമൊക്കെയായി ഒട്ടേറെ ബിംബങ്ങൾ കടന്നു വരുന്ന, ബിംബങ്ങളെ വെക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. എന്നാൽ പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെയുള്ള കഅബത്തിന്റെ പുറത്തും അകത്തുമൊക്കെയുള്ള 300-ൽ പരം വരുന്ന ബിംബങ്ങളെ, പ്രതിമകളെ, വിഗ്രഹങ്ങളെ മുഴുവൻ അവിടുന്ന് എടുത്തു മാറ്റിയത്. എന്നിട്ട് യഥാർത്ഥ ദീൻ എന്താണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ചുകൊണ്ട് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രവർത്തനത്തിന് ശേഷം ഒരിക്കൽ പോലും ആ കഅബയുടെ ഉള്ളിലോ പുറമെയോ ഒന്നും തന്നെ ഏതെങ്കിലും ഒരു ബിംബമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഗ്രഹമോ ഫോട്ടോയോ വെച്ചുകൊണ്ടുള്ള ആരാധനകളോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല, അതൊട്ട് ഉണ്ടാവുകയുമില്ല. എന്നാൽ ഈ കഅബയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ചരിത്രം ഇങ്ങനെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു കഅബ പൊളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യദിനത്തിന്റെ അടയാളമായി എണ്ണിപ്പറഞ്ഞ കാര്യമാണത്. കഅബയുടെ ഓരോ കല്ലുകളും അതിങ്ങനെ എടുത്ത് പൊളിച്ചിടുന്ന ഒരവസ്ഥ, ഒന്നുമല്ലാത്തൊരവസ്ഥ, അതിലുള്ള എല്ലാം കൊള്ളയടിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണ്ടത്തെ ആ ഒരു ഹദീസ്, അന്ന് കൊള്ളയടിക്കണമെങ്കിൽ കഅബന്റെ ഉള്ളിൽ വല്ലതും വേണ്ടേ? ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഒരു പക്ഷേ ഇന്ന് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വാതിലുകൾ അടക്കം പലതും സ്വർണമാണ്. എല്ലാം കൊള്ളയടിക്കപ്പെടും, എല്ലാം എടുത്തു കൊണ്ടുപോകും ആളുകൾ. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു മനുഷ്യനായിരിക്കും. അയാളുടെ പേര് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അയാളുടെ ഒരു വിശേഷണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏതാണത് എന്നുള്ളത്? ഒന്ന് മെസ്സേജ് ചെയ്താലും മതി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത് ചോദിക്കും എന്നുള്ളത്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. പിന്നെ കറുത്ത മനുഷ്യൻ, അത് പേരുണ്ട്. ദു എന്ന് പറഞ്ഞിട്ടാണ്. ദു ദു ആർക്കെങ്കിലും ഇല്ല? ആർക്കും ഓർമ്മല്ല? ദു എന്ന് പറഞ്ഞിട്ടൊരു പേര്, ദു സുവൈഖത്തൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിക്കണോ? അതിന് കേട്ടിട്ടേ ഇല്ല. ഓക്കെ, എന്നാ അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. ദു സുവൈഖത്തൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇപ്പണ്ട് എന്നല്ല, അങ്ങനെ ഒരാൾ വരും. അയാളുടെ അയാളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ കഅബയുടെ ചരിത്രം ഇപ്രകാരമാണ്. അതിൽ ഏറ്റവും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ളത്. പിന്നെ അതിനുശേഷമൊക്കെ പല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, ആ ഒരു സൈഡ് കെട്ടുന്ന വിഷയത്തില്, അല്ലെങ്കിൽ അതിന്
കിസ്വ ഇടുന്ന രൂപത്തില്, അതിന്റെ ഉള്ളിലുള്ള പിന്നെ ഗ്രാനൈറ്റ്, മൊസൈക്ക്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പാത്തി അടക്കം പലതും. എന്നാൽ ആ ഒരു കഅബ എന്നുള്ള സ്ഥലത്ത് നിർമ്മിച്ചത് അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമാണ് അവസാനത്തിൽ. പിന്നെ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, പല പ്രയാസങ്ങളും അല്ലെങ്കിൽ അതിന് പല കുഴപ്പങ്ങളും ഉണ്ടായ സമയത്ത്, പ്രത്യേകിച്ച് ഒരു തീപിടുത്തമുള്ള സമയത്തും അതുപോലെ തന്നെ അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊക്കെ അതിന് സാരമായ പരിക്കുകൾ ഉണ്ടായി എന്നും പിന്നീട് അതിനെന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചേർന്ന് അത് ശരിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇതാണ് കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞു. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണം, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണം. ഇന്നക അൻതസ് സമീഉൽ അലീം, നിശ്ചയമായും നീ, ഇന്നക തീർച്ചയായും നീ, അൻത നീ തന്നെയാണ്, അസ്സമീഅ എല്ലാം കേൾക്കുന്നവനും, അൽ അലീം എല്ലാം അറിയുന്നവനും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഇന്നക എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്തു, അവിടെ ക്ലിയർ ആണ്, തീർച്ചയായും നീ എന്നുള്ളത്. പക്ഷെ അൻത എന്ന് വീണ്ടും പറയാം, അഥവാ നീ തന്നെയാണ്, നീ തന്നെയാണെന്ന് പറയാൻ ആ ഒരു ഉറപ്പിന്റെ വാക്ക് പറയാണ്, ഇന്നക അൻതസ് സമീഉൽ അലീം, തീർച്ചയായും നീ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് പറയാം. റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. കബൂൽ ചെയ്യാം, കബൂൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഈജാബ്, കബൂല്, അല്ലെങ്കിൽ ആ പ്രയോഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ കബൂൽ എന്ന് പറഞ്ഞാല്? സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ഒരുപാട് കർമ്മം ചെയ്യുക എന്നുള്ളതല്ല പ്രധാനം. മറിച്ച് ചെയ്ത കർമ്മങ്ങൾ അത് സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കുറെ കർമ്മങ്ങൾ ചെയ്തു ഒരാൾ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, പക്ഷെ ആ കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കാത്തതാണെങ്കിലോ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. നമ്മള് ദ്വാരമുള്ള അല്ലെങ്കിൽ ഓട്ടയുള്ള ഒരു ബക്കറ്റിൽ വെള്ളം മുക്കിയ പോലെ ഉണ്ടാവും. അത് മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല, ഒക്കെ വെള്ളം പോയിട്ടുണ്ടാവും. എങ്കിൽ നമ്മുടെ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയം എന്നുള്ളത്. പ്രത്യേകിച്ച് കബൂൽ ചെയ്യുക, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളത്. കുറെ കർമ്മങ്ങൾ ചെയ്യലല്ല, ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാവണം. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു പറഞ്ഞതുപോലെയാവണം നമ്മുടെ കർമ്മങ്ങൾ. അള്ളാഹു പറഞ്ഞതുപോലെ കർമ്മങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കല്ല, മറിച്ച് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ, റബ്ബേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ എന്നുള്ള ഒരു വാക്ക് ഉണ്ടാകണം. ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഇയാളുടെ പേരാ തോന്നുന്നുണ്ട് അല്ലെ, കല്ല് എന്താണ് കാബ് പൊളിക്കുന്ന ആള്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ന് പറയുന്ന ഒരാളാണ്. അതായത് എത്യോപ്യ എന്ന് കേട്ടിട്ടുണ്ട്, അബ്സീനിയ, അവിടുത്തെ ഒരാളാണ്, ഹബ്ഷക്കാരനായ ഒരു വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, യുഖരിബുൽ കഅബ ദു സുവൈഖത്തൈൻ എന്ന് പറയുന്ന ഒരാൾ, ദു സുവൈഖത്തൈൻ വേണമെങ്കിൽ ഹദീസ് ഗ്രൂപ്പിൽ ഇട്ടുതരാം. ആ വ്യക്തിയാണ് എന്ത് ചെയ്യുക, കഅബയുടെ ആ ഒരു സുവൈഖത്ത് എന്നതിന് ശരിക്കും അയാളുടെ പേരാണ് എന്നും, അതല്ല മെലിഞ്ഞ രണ്ട് കാലുള്ള വ്യക്തിയാണ് എന്ന നിലക്ക് പറയപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും അങ്ങനെ മെലിഞ്ഞ കാലുകൾ ഇങ്ങനെ ഒരു വിടർന്ന രൂപത്തിലുള്ള ആ ഒരു വ്യക്തിയാണ് കഅബ പൊളിക്കുക എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അയാളുടെ പിന്നെ തുടകൾക്കിടയിൽ അകൽച്ചയുണ്ടാകും, കാലിങ്ങനെ ഇങ്ങനത്തെ ഈ രൂപത്തിലാണ് ഉണ്ടാകുക എന്നൊക്കെ ഹദീസുകൾ നമുക്ക് വ്യക്തമായി സ്വഹിയായ ഹദീസുകളിൽ തന്നെ കാണാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരാം. ഈ കബൂൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കർമ്മങ്ങൾ ചെയ്യലല്ല, ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം. ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? സുബഹ് നിസ്കരിച്ചു, സുബഹിന്റെ മുമ്പുള്ള നിസ്കരിച്ചു, അതിനുശേഷം അതേപോലെ തന്നെ വുളൂഇന്റെ 2 റക്അത്ത് നിസ്കരിച്ചു, സുബഹിന്റെ മുമ്പുള്ള നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു, അതിനുശേഷം പിന്നെയും കുറെ നേരം അയാൾ എന്ത് ചെയ്തു? അവിടെ പിന്നെ മുസല്ലയിൽ തന്നെ ഇരുന്നു, ദിക്റുകൾ ചൊല്ലി, എല്ലാം ചെയ്തു. അവസാനം പിന്നെ ളുഹ നിസ്കരിച്ചു. എന്തെല്ലാം സുന്നത്തുകളുണ്ടോ അതൊക്കെ അയാൾ നിസ്കരിച്ചിട്ട് അത് നിർവഹിക്കുന്നു. എന്നാൽ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ അയാളുടെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ അയാൾ ശിർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതുപോലെ ആയിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിദ്അത്തിന്റെ ആളായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകും, എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിക്കും. എന്നാൽ ഒരാൾ ചിലപ്പോ അയാൾക്ക് സുന്നത്തുകൾ ഉണ്ടാവൂല, അയാൾ ചിലപ്പോ വുദൂഇന്റെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് അയാൾക്ക് സമയം കിട്ടിയിട്ടുണ്ടാവൂല. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അയാൾ ചെയ്ത ആ 2 റക്അത്ത്, സുബഹിന്റെ 2 റക്അത്ത്, അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞതിനർത്ഥം കുറച്ച് ചെയ്താൽ മതി, ബാക്കിയുള്ളതൊന്നും ചെയ്യണ്ട എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. കുറെ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ആ ഒരു ചിന്തയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മളിന്ന് സുബഹി നിസ്കരിച്ചു, ളുഹർ നമസ്കരിച്ചു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ദിക്റുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ ഏതൊക്കെ എന്റെ സ്വീകരിച്ചിട്ടുണ്ട്? നമുക്ക് പറയാൻ കഴിയും? നമുക്ക് കഴിയൂലല്ലോ. ഏതൊക്കെയാണ് നമ്മൾ സ്വീകരിച്ചത്, ഏതൊക്കെയാണ് സ്വീകരിക്കപ്പെടാത്തത് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയൂല. പക്ഷേ നമ്മുടെ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മങ്ങൾ മാറണം. അവിടെ നമ്മുടെ മുൻഗാമികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന വലിയ ഒരു ഭയപ്പാടുണ്ട്. അതെന്തിനെ കുറിച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂലേ എന്നുള്ള പേടിയായി. അത് സ്വീകരിക്കൂലേ എന്നുള്ള പേടിയാണ്. കാരണം ഇന്നമായി യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് മുത്തഖീങ്ങളുടേതാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ അടുക്കലേക്ക് ഒരാള് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് വെച്ചാല് തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അഅതിഹി ദീനാറ, അയാൾക്കൊരു ദീനാറ് കൊടുക്കുന്നു. ദീനാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ, സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയം കൊടുക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ഫഖാല ലഹു ഇബ്നുഹു, അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ പറയണം, തഖബ്ബലല്ലാഹു മിൻക യാ അബതാ, അപ്പൊ നിങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അഥവാ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന നിലക്ക് ആ ഒരു വാക്ക് ഈ മകൻ പറഞ്ഞു. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ അലിംതു അന്ന അല്ലാഹ തഖബ്ബല മിന്നി സജദതൻ വാഹിദ ഔ സദഖത ദിർഹമിൻ വാഹിദ ലം യകുൻ ഗായിബുൻ അഹബ്ബ ഇലയ്യ മിനൽ മൗത്ത് അതദ്രി മിമ്മ യതഖബ്ബലുല്ലാഹ്. എന്നിട്ട് അദ്ദേഹം ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന ആയത്തിൽ, അഥവാ അദ്ദേഹം പറയാണ്, മോനെ ഞാൻ അറിഞ്ഞിക്കുകയാണെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ടുള്ള ഒരുപാട് നിസ്കാരങ്ങളുണ്ട്, അതിൽ ഒരു സുജൂദെങ്കിലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, അതിൽ ഒരു സ്വതക്കയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ഞാൻ മരിക്കണതിന് മുമ്പ് ഞാൻ അറിഞ്ഞിക്കുകയാണെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് മരിക്കായിരുന്നു. ഇതിപ്പോ ഏതാ സ്വീകരിച്ച ഏതാ സ്വീകരിക്കാത്തതെന്നൊന്നും എനിക്കറിയില്ലല്ലോ എന്ന ഒരു ബേജാറാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആരാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ എന്ന ഒരു സ്ഥാനം മാത്രമല്ല, മുത്തബിഉസ് സുന്ന, സുന്നത്തുകളെ പൂർണ്ണമായി അനുധാവനം ചെയ്ത ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എല്ലാ കാര്യങ്ങളും വഴിക്ക് വഴിയായി, ചാണിന് ചാണായി സ്വീകരിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുമ്പോൾ ഏത് വഴിയിലൂടെയാണ് പോയത് അതേ വഴി പോയി. നബി എവിടെയാണോ ഇരുന്നത് അവിടെ വന്നിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മരത്തിലാണോ ചാരിയത് എങ്കിൽ അതേ മരത്തിൽ ചാരി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുമ്പോൾ എങ്ങനെയാ കൈവച്ചത് എങ്കിൽ അതേപോലെ കൈവെക്കും. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ സമയത്ത് പുഞ്ചിരിച്ചത് എങ്കിൽ അതുപോലെ പുഞ്ചിരി. അങ്ങനെ പ്രവാചകന് അനുധാവനം ചെയ്തിട്ടുള്ള ആളാണ് മുത്തബി സുന്ന, സുന്നത്തിന് അനുധാവനം ചെയ്ത ആൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു ഉമർ. അദ്ദേഹത്തിന്റെ ബേജാറാണ് ഈ പറഞ്ഞത്. എന്ത്? ഞാൻ ചെയ്യണ നിസ്കാരവും അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഒരു സുജൂദെങ്കിലും അള്ളാഹു സ്വീകരിച്ചിരുന്നെങ്കിൽ, ഞാൻ കൊടുക്കുന്ന സ്വതക്കയിൽ ഒരു ദിർഹമെങ്കിലും അള്ളാഹു സ്വീകരിച്ചിരുന്നു, അത് ഞാൻ അള്ളാഹു സ്വീകരിച്ചു എന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് സ്വസ്ഥമായി മരിക്കായിരുന്നു. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കാണെങ്കിൽ നമ്മുടെ ഒരു 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിച്ചാൽ തന്നെ നമുക്കൊരു ധൈര്യം, ഇന്ന് എനിക്കൊരു സമാധാനമാണ്, കാരണം അന്ന് ഞാൻ നിസ്കാരമൊക്കെ ക്ലിയറാണ്, ഞാൻ ഇന്ന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ കാര്യം ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്കൊരു പേടിയില്ല, ഞാൻ കുറെ നന്മകൾ ചെയ്തിട്ടുണ്ട്, ഞാനിന്ന് നോമ്പെടുത്ത ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ധൈര്യം അല്ലേ. നമുക്ക് എല്ലാവർക്കും ധൈര്യം കൂടുതലാണ്. എന്തില്? ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മുടെ മുൻഗാമികള് എന്തൊക്കെയോ അല്ല, ധാരാളമായി ചെയ്തവർ, എന്നിട്ടും അവർക്ക് എന്തായിരുന്നു? പേടിയായിരുന്നു. പടച്ചോനെ, ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കൂലേ? ഇത് സ്വീകരിക്കൂലേ? ഇതൊക്കെ ഞാൻ ചെയ്തത് അള്ളാഹു സ്വീകരിക്കാത്തൊരവസ്ഥയാകോ എന്ന ഒരു ഭയപ്പാട് നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻഗാമികളുടെ ആ ഒരു പേടിയുടെ അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനമാണ്, ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാകും, അത്താ ഉസ്സലമി അല്ലെങ്കിൽ അത്താ ഉസ്സലമ എന്ന് പറയുന്ന ഒരു ഒരു സ്വഹാബിയെ കുറിച്ച്. അദ്ദേഹം ഒരു തുന്നൽ പണിക്കാരനായിരുന്നു. തുന്നൽ പണി എടുക്കുന്ന ഒരാളായി. അത് വസ്ത്രങ്ങളല്ല, വീട്ടിലേക്കുള്ള പരവതാനികളും മറ്റൊക്കെ അത് നല്ല ഉഷാറായി ഡിസൈൻ ചെയ്ത് അതിങ്ങനെ ഓരോ കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളാണ് ഈ അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങനെ കടകളിൽ കൊണ്ടുപോയി കൊടുത്തു. ഒരു ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ പരവതാനികളുമായിട്ട് വസ്ത്രങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്? ഈ കച്ചവടക്കാരന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കച്ചവടക്കാരന്റെ കയ്യിൽ ഇത് കൊടുത്തു. വിൽക്കാൻ വേണ്ടി കൊടുക്കണം. അപ്പൊ കച്ചവടക്കാരൻ അതിങ്ങനെ മറിച്ചു നോക്കണം, അതിങ്ങനെ തുറന്നു നോക്കണം. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയണം, അത്താ, നിങ്ങള് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിരുന്നതൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒരു മെന ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടാക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നാൽ ഇപ്പോ നിങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി കുറച്ച് കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഇതിന്റെ ഈ നൂലുകളൊക്കെ ഇങ്ങനെ പിന്നിപ്പോരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇതിനൊരു ബലക്കുറവ് തോന്നുന്നുണ്ട്. ഇതിന്റെ ഒരു ഭംഗിക്കൊരു കുറവ് തോന്നുന്നുണ്ട്. ഇതിന്റെ ഒരു ഡിസൈനിൽ എന്തൊക്കെയോ ചില പോരായ്മകൾ തോന്നുന്നുണ്ട് എന്നിങ്ങനെ അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പരവതാനി ഇങ്ങനെ നോക്കിയിട്ട് കച്ചവടക്കാരൻ ഇങ്ങനെ പറയാം. ഇത് കേട്ടതും അത്താ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കരച്ചില് കണ്ടപ്പോ ഈ കച്ചവടക്കാരൻ പറഞ്ഞു, നിങ്ങൾ കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന നിലക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ഈ കൊണ്ടുവന്നത് തീർച്ചയായും ഞാൻ തിരിച്ചയക്കുന്നില്ല, അത് ഞാൻ എന്തായാലും എടുത്തോളാം, ഞാൻ സ്വീകരിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ, അത് ഞാൻ സ്വീകരിച്ചോളാം, നീ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത്. ഇത് കേട്ടപ്പോ അത്താ റളിയല്ലാഹു അൻഹു കണ്ണീര് തുടച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകം എന്താണെന്നറിയോ? സഹോദര, നിങ്ങൾ ഇത് സ്വീകരിക്കോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ടല്ല ഞാൻ കരഞ്ഞത്. നിങ്ങളിപ്പോ ഈ പറഞ്ഞതുപോലെ നാളെ പരലോകത്ത് എന്റെ റബ്ബെങ്ങാനും എന്നോട് പറഞ്ഞാൽ, എന്റെ നിസ്കാരം എടുത്തിട്ട് പറയാണ്, അത്തായെ, നിന്റെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിരുന്നില്ല, അത്തായെ, നീ നോമ്പെടുത്തിട്ടുണ്ട്, പക്ഷെ നിന്റെ നോമ്പിൽ തഖ്വ ഇല്ലായിരുന്നു, നീ ഖുർആൻ ഓതിയിട്ടുണ്ട്, അത് കൃത്യമായ രൂപത്തിലല്ലായിരുന്നു, നീ ഒരുപാട് ദാനം ചെയ്തിട്ടുണ്ട്, അത് നീ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നിന്റെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലല്ലല്ലോ അത്തായെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കും എന്റെ റബ്ബിനോട് പറയാ എന്നാലോചിച്ചിട്ട് ഞാൻ കരഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ആ വാചകം ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ, ഈ ദുനിയാവിൽ അത്താവ് പറഞ്ഞത് ക്ലിയർ ആണ്, ഈ ദുനിയാവിൽ നമുക്ക് മാറ്റാം, നമുക്ക് തിരിച്ചെടുക്കാം, വീണ്ടും വേറെ ഉണ്ടാക്കാം, ഒക്കെ പറ്റും. പക്ഷേ ഈ ദുനിയാവ് കഴിഞ്ഞ് പരലോകത്തിലേക്ക് പോയാൽ പിന്നെ ഒരു നിസ്കാരത്തിന് വേണ്ടി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? പിന്നെ നോമ്പെടുക്കാനായി വീണ്ടും ഈ ലോകത്തേക്ക് തിരിച്ചു വരുമോ? പിന്നെ നമ്മുടെ നന്മകൾക്ക് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും അള്ളാഹു സ്വീകരിക്കുന്നുണ്ടാകുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മൾ നിസ്കരിക്കാം അല്ലെ, ഇന്നലെ രാത്രി നമുക്കൊരു പക്ഷേ കണ്ണിങ്ങനെ പോകുന്നുണ്ടാകും,
അപ്പൊ വേഗം പോയി മുഖമൊക്കെ കഴുകി ഉളുവൊക്കെ എടുത്ത് വന്ന് എന്താണ് ഞാൻ നിസ്കാരം ഒഴിവാക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിച്ചു. ഒരു പക്ഷേ നല്ല ക്ഷീണമുള്ള സമയത്തും എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചവർ എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ടാകും. ഇന്നലെ നോമ്പെടുത്തവരില്ലേ? ഇന്നലെ ഖുർആൻ ഓതിയവരില്ലേ? ഇന്നലെ സ്വതക്ക കൊടുത്തവരില്ലേ? ഇന്നലെ ദാനധർമ്മങ്ങൾ നിർവഹിച്ചവരില്ലേ? ഇന്നലെ ദിക്റുകൾ ചൊല്ലിയവരില്ലേ? ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ സമാധാനം എന്താ? അൽഹംദുലില്ലാ, ഞാൻ ഇന്ന് ഇത്ര കൊടുത്തിട്ടുണ്ട്, ഇന്നലെ ഞാൻ ഇന്ന നന്മ ചെയ്തിട്ടുണ്ട്, അതെ മിനിഞ്ഞാന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്യും. പക്ഷേ ഇതുമായിട്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹ് പറയാണ് ഇതൊന്നും സ്വീകരിക്കൂല കേട്ടോ, ഇതൊന്നും സ്വീകരിക്കാൻ മാത്രമൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മളോട് പറഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടത്? അവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ ആരോടാ പരാതി പറയാ? ഇവിടുന്ന് ഒരു പക്ഷേ നമ്മൾ ഒരു മാസം ജോലി ചെയ്തു, എന്നിട്ട് നമുക്ക് സാലറി കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കോടതികളെ നമുക്ക് സമീപിക്കാം. ആ കോടതി ഇടപെട്ടുകൊണ്ടോ പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ടുകൊണ്ടോ നമുക്ക് കിട്ടേണ്ട സാലറി നമ്മൾ കൃത്യമായി പറഞ്ഞു വാങ്ങാം. ഇവിടെ നമുക്ക് സഹായികൾ പലരും ഉണ്ട്. പക്ഷേ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറയാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് അള്ളാന്റെ അടുക്കലെത്തുമ്പോൾ അള്ളാഹ് അതൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിലോ ആരോടാ നമ്മൾ പരാതി പറയാം? അള്ളാഹുവിനെ കുറിച്ച് വേറെ ആരോടെങ്കിലും നമുക്ക് പരാതി പറയാനുണ്ടോ? ഇല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ. നമ്മൾ ഒരു സ്വതക്കേ കൊടുത്ത് 100 റുപ്യ നമുക്ക് ഒരാൾക്ക് കൊടുത്തേ മതി, എങ്കിൽ അയാൾക്ക് അത് കൊടുത്തതിന് ശേഷം മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ സ്വീകരിക്കണേ. നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം മുസല്ലം കണ്ട് മാറ്റി വെക്കല്ല, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ സ്വീകരിക്കണേ റബ്ബേ. നോമ്പെടുത്തു, ഞാൻ ഇത്ര നോമ്പെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുകയല്ല. ആ നോമ്പെടുത്തു കഴിഞ്ഞാൽ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പറയണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളുടെ സ്വീകരിക്കണം. ഇതാ വിശ്വാസം. ആ രൂപത്തിൽ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് കബൂൾ ചെയ്യാൻ, റബ്ബേ സ്വീകരിക്കണേ സ്വീകരിക്കണേ സ്വീകരിക്കണേ. എല്ലാ വിഷയത്തിലും ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അതും സ്വീകരിക്കണം. ഒരു ദിക്റല്ല, ഇനി അതൊക്കെ ഇനി വീണ്ടും പ്രാർത്ഥിക്കണം വേണം. എന്ത് നന്മ ചെയ്യുമ്പോഴും അത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്നക അൻത സമീഉൽ അലീം, ഈ ആയത്തിൽ പറയാണ് അസ്സമീഅ, അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, ഇന്നക നിശ്ചയമായും നീ, അൻത സമീഅ നീ തന്നെയാകുന്നു സെമീ ആയിട്ടുള്ളത്. സമഅ എന്ന് പറഞ്ഞാൽ കേൾവി. എന്താണ് അസ്സമീഅ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ അസ്സമീഅ എന്ന പേര് 45 തവണ വന്നിട്ട് 45 തവണ വന്നിട്ട് അതിൽ അള്ളാഹുവിന്റെ കേൾവിയെ കുറിച്ച് പണ്ഡിതന്മാര് പറയാണ്, അത് പരസ്യമായത്, രഹസ്യമായത്, അടുത്തത്, അകന്നത്, നേർത്തത്, കട്ടിയുള്ളത് തുടങ്ങിയുള്ള വ്യത്യാസമില്ലാതെ എല്ലാവിധ ശബ്ദങ്ങളും സൂക്ഷ്മമായി കേൾക്കുന്നവൻ എന്നതാണ് സമീഅ എന്ന നാമം അർത്ഥമാക്കുന്നത്. നേരെ ശ്രദ്ധിക്കണേ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദത്തിനൊരു പരിധിയുണ്ട്, അല്ലെ? ഞാനിപ്പോ ഈ പറയുന്നത് കേൾക്കാൻ ഒരു പരിധിയുണ്ട്. നിങ്ങൾ കേൾക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ ഈ ഒരു 4 ചുമരുകൾക്കുള്ളിലുള്ളതാണിത്. ഇതിനപ്പുറത്ത് കേൾക്കൂല, അപ്പുറത്തുള്ള ആളുകൾക്ക് കേൾക്കാൻ കഴിയൂല. എന്നാൽ ആര് പറയുന്നതും എവിടെ വെച്ചു പറയുന്നതും എത്ര ശബ്ദം താഴ്ത്തി പറഞ്ഞാലും ശരി, എത്ര അകലെ നിന്ന് പറഞ്ഞാലും ശരി, എല്ലാം കേൾക്കുന്ന അതാണ് അല്ലാഹു സുബ്ഹാനഹു. അള്ളാഹു കേൾക്കാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കും. എന്നാൽ നമ്മുടെ കേൾവിക്കോ പരിധിയുണ്ട്, അല്ലെ? എല്ലാം കേൾക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അള്ളാഹു വെച്ചിട്ടുള്ള ഒരു പരിധി തന്നെയാണ്. എല്ലാം കാണാൻ നമുക്ക് കഴിയൂല, അതൊരു ഖൈറാണ്. എല്ലാം കേൾക്കാൻ നമുക്ക് കഴിയൂല, അതും ഒരു ഖൈറാണ്. എല്ലാം കേൾക്കാൻ കഴിയുമായിരുന്നെങ്കിലോ? ഇപ്പൊ ഞാൻ ഈ സംസാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കേൾക്കുന്നു, അതേ സമയത്ത് നിങ്ങളുടെ കുട്ടി വരികയാണ്, നിങ്ങളുടെ മൂത്ത കുട്ടി വരുന്നു, ചെറിയ കുട്ടി വരുന്നു, ഭർത്താവ് വരുന്നു, അനിയൻ വരുന്നു, വാപ്പ വരുന്നു, ഉമ്മ വരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? നമുക്കൊന്നും കേൾക്കാത്തൊരവസ്ഥ ഉണ്ടാകും, അല്ലെ? നമ്മൾ പറയാം, എല്ലാം ഒന്നും ഉണ്ടാക്കി, ഞാൻ അതൊന്ന് കേൾക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചിട്ട് എനിക്കിത് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയും, അല്ലെ? എങ്കിൽ നമ്മുടെ കേൾവിക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പറയുമ്പോഴേക്ക് നമുക്ക് കേൾക്കൽ പ്രയാസകരമാണെങ്കിൽ ഈ പറയുന്ന ആളുകളും
നമ്മുടെ അയൽവാസികളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ രാജ്യക്കാരും അല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, ജീവികളാവട്ടെ, എന്നു വേണ്ട ചെറുതും വലുതുമായ എല്ലാം പറയുന്നത് നമ്മുടെ ചെവിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് എന്നോ ഭ്രാന്തായിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്തോ പ്രയാസങ്ങൾ ഉണ്ടാകും, ഉറപ്പാണ്. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സമീ ആണ് അള്ളാഹ്, എല്ലാം കേൾക്കുന്നവൻ, എല്ലാവരും പറയുന്നത് കേൾക്കുന്നവൻ. ആര് പറയുന്നത് ഏത് ഭാഷയിൽ പറഞ്ഞാലും, ഏത് രൂപത്തിൽ പറഞ്ഞാലും, ഏത് സമയത്ത് പറഞ്ഞാലും എല്ലാം കേൾക്കുന്നവൻ. നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശബ്ദങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയോ അവ്യക്തമാകുകയോ കൂടിക്കുഴയുകയോ തിരിയാതിരിക്കുകയോ ഉണ്ടാവില്ല. അള്ളാന്റെ കേൾവിന്റെ പ്രത്യേകത അതാണ്. ഒരിക്കലും എന്ത് ചെയ്യൂല, അതിപ്പോ അതാണോ പറഞ്ഞ ഇതാണോ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ആശയക്കുഴപ്പം അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. അവ്യക്തമായിട്ട് കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ക്ലിയർ ആണ്. കൂടിക്കുഴയിലില്ല, തിരിയാതിരിക്കുന്ന ഒരവസ്ഥ ഒന്നുമില്ല. എന്തു പറഞ്ഞാലും, അതേത് ഭാഷയിൽ പറഞ്ഞാലും, ഏത് സമയത്ത് പറഞ്ഞാലും, ഏത് ആംഗ്യത്തിൽ പറഞ്ഞാലും എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ അള്ളാഹുവിന്റെ അസ്സമീഅ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമഅ എന്ന് പറയുന്ന കേൾവിക്ക് രണ്ട് വിശേഷണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ശബ്ദങ്ങൾ കേൾക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. കേൾക്കുക, ശബ്ദം കേൾക്കുക. അള്ളാഹു സമഅുള്ളവനാണ്, കേൾവിയുള്ളവനാണ്, ആ ഒരു അർത്ഥത്തിൽ. രണ്ട്, കേൾവി മാത്രമല്ല, കേട്ട് ഉത്തരമേകുക, ജവാബ് നൽകുക എന്ന അർത്ഥത്തിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടിനും ഖുർആനിൽ ആയത്ത് കാണാൻ പറ്റും. അതിലൊന്ന് ശബ്ദങ്ങൾ കേൾക്കുക എന്നതാണെങ്കിൽ വിശുദ്ധ ഖുർആൻ 43-ാം അധ്യായം 80-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അവരുടെ ആ ഗൂഢാലോചന, അവരുടെ രഹസ്യം ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? അം യഹ്സബൂന, അവർ വിചാരിക്കുകയാണോ, അന്നാ ലാ നസ്മഉ സിർറഹും വനജുവാഹും, തീർച്ചയായും അവരുടെ രഹസ്യം, സിർ എന്ന് പറഞ്ഞാൽ രഹസ്യവും, അതുപോലെ തന്നെ വനജുവാഹും, അവരുടെ ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അപ്പൊ അള്ളാഹുവിന് കേൾവിയുണ്ട്, ശബ്ദങ്ങൾ കൃത്യമായി കേൾക്കുന്നു, അവരുടെ ഗൂഢാലോചനയും അവരുടെ രഹസ്യവും അള്ളാഹ് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യവും കേൾക്കുക എന്നർത്ഥത്തിൽ ആ സമഅനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേട്ട് ഉത്തരമേകുക എന്നതാണെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ, എന്നിട്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്. ഇസ്മായിൽ ഇസ്ഹാഖ് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി എന്ന് പറയാം. എന്നിട്ട് പറയാണ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ, തീർച്ചയായും എന്റെ റബ്ബ് എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നവനാണ്. പ്രാർത്ഥന കേൾക്കുന്നവൻ, ലസമീഉദ് ദുആ, ദുആ കേൾക്കുന്നവനാണല്ലോ. അപ്പൊ കേട്ട് ഉത്തരം നൽകാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിലും അസ്സമീഅ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ വാക്കുകളൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആ ഖുർആൻ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തില് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. നമ്മൾ പ്രാർത്ഥിക്കണത് അള്ളാഹ് കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹ് കേൾക്കണില്ല കേട്ടോ എന്ന് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് കേൾവിയുണ്ട്, അള്ളാഹു കൃത്യമായി കേൾക്കുന്നവൻ തന്നെയാണ്, അത് ജവാബ് കൊടുക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കാം, പിന്നത്തേക്ക് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ദുനിയാവ് തന്നെ തരണമെന്നില്ല. അതിൽ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെടുകയല്ല വേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനം അതാണ് എന്ന ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകാനാണ്. ഓക്കെ, എന്നാൽ 128-ാമത്തെ ആയത്ത് പെട്ടെന്ന് പറയാം നമുക്ക്. എല്ലാവരും കൂടെ ഓതാൻ നോക്കണേ. ചെറിയ ഒരു വാചകം മാത്രമാണ്, ചെറിയൊരു പ്രാർത്ഥനയാണ്. നേരത്തെ പറഞ്ഞു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇനി വീണ്ടും പ്രാർത്ഥനയാണ്. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക്. എല്ലാവരും കൂടെ ഓതണേ. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة
ഇവിടെ ദുര്യത്തിന, ദുര്യത്ത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദുര്യത്ത് മക്കൾ എന്നുള്ള അർത്ഥം. ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا وأرنا مناسكنا وتب علينا وتب علينا وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഓക്കെ, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ചെറിയ ഒരു പ്രാർത്ഥനയാണ്, ചെറിയൊരു കാര്യമാണ്. റബ്ബന, എന്താണ് അതിന്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. റബ്ബന എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റബ്ബന. വജഅൽന, ജഅല എന്ന് പറഞ്ഞാൽ ആക്കി, യജ്അലു ആക്കുന്നു, വജഅൽന ഞങ്ങളെ നീ ആക്കണം, അല്ലെ? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽന ഞങ്ങളെ നീ ആക്കണമേ, മുസ്ലിമൈൻ, മുസ്ലിമൈൻ, മുസ്ലിം കീഴൊതുങ്ങുക, അല്ലെ? മുസ്ലിം തന്നെ കീഴൊതുങ്ങുക, അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക. മുസ്ലിമൈനി രണ്ടാളുകൾ, രണ്ട് കീഴൊതുങ്ങിയവരാക്കണം, അല്ലെങ്കിൽ കീഴൊതുങ്ങിയവരാക്കണം. ലക്ക നിനക്ക്, മുസ്ലിമൈനി ലക്ക നിനക്ക് കീഴൊതുങ്ങിയവരാക്കി ഞങ്ങളെ നീ മാറ്റണേ. നേരെ ശ്രദ്ധിക്കണേ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽന മുസ്ലിമൈനി ലക് നിനക്ക് കീഴൊതുങ്ങിയവരാക്കി ഞങ്ങളെ നീ മാറ്റണേ. ഇവിടെ മുസ്ലിമൈനി എന്ന് പറഞ്ഞാൽ മുസ്ലിമാനി, മുസ്ലിമുൻ മുസ്ലിമാനി എന്നാണ്. മുസ്ലിമൈനി എന്ന് പറയാൻ ഒരു നിയമമുണ്ട്. ആ നിയമം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുസ്ലിമൈനി എന്ന് പറയുന്നത്. യാ കൊണ്ട് എന്ത് ചെയ്യാണ്? മുസന്നയാണെങ്കിൽ അത് യാ കൊണ്ടാണ് എന്ത് ചെയ്യണത്? അവിടെ മാറ്റപ്പെടുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണുള്ളത്. മുസ്ലിമാനി എന്നതല്ല, മുസ്ലിമൈനി എന്നാണ് പറയാം. ശരിക്കും മുസ്ലിമാനി എന്നാണ്, പക്ഷെ മുസ്ലിമൈനി എന്ന പ്രയോഗം വരും. അത് നെഹ്വു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ റബ്ബന വജഅൽന മുസ്ലിമൈനി ലക, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽന ഞങ്ങളെ നീ ആക്കണമേ, മുസ്ലിമൈനി ലക നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണേ. വമിൻ ദുല്ലിയത്തിന ഞങ്ങളുടെ മക്കളെയും നീ ആക്കണം, ഉമ്മത്തൻ ഉമ്മത്താക്കണം, അഥവാ ഒരു സമുദായമാക്കണം. മുസ്ലിമത്തൻ, മുസ്ലിമത്തൻ കീഴൊതുങ്ങപ്പെട്ട, ലക്ക നിനക്ക്. അപ്പൊ വമിൻ ദുല്ലിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ, ഉമ്മത്തിനെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേ. വഅറിന, വഅറിന അറിന റഅ അറ യറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുക. വഅറിന, വഅറിന എന്ന് പറഞ്ഞാൽ കാണുക, അഥവാ ഞങ്ങളെ നീ കാണിക്കണം, കാട്ടിത്തരണം. വഅറിന ഞങ്ങൾക്ക് നീ, വഅരിന എന്നട്ടോ, വഅറിന എന്നല്ല, വഅരിന. വഅരിന ഞങ്ങളെ നീ കാട്ടിത്തരികയും വേണം, ഞങ്ങൾക്ക് കാണിച്ചു തരണം. മനാസിക്കന ഞങ്ങളുടെ ആരാധനാ ക്രമങ്ങളെ, ആരാധനാ കർമ്മങ്ങളെ, അല്ലെങ്കിൽ ആരാധനാ ക്രമങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. ആരാധനാ കർമ്മങ്ങളെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. വതുബ് അലൈന ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കുകയും ചെയ്യണം, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും വേണം. ഇന്നക അൻത തവ്വാബുർ റഹീം, ഇന്നക അൻത നിശ്ചയമായും നീ തന്നെയാണ്, അത്തവ്വാബ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനും, അർ-റഹീം കരുണാവാരിധി, പശ്ചാത്താപം സ്വീകരിക്കുന്ന കരുണാവാരിധി നീയാകുന്നു, അല്ലെങ്കിൽ കരുണാനിധി നീയാകും. നേരെ ശ്രദ്ധിക്കുക, ഒരു തവണ കൂടി പറയാം. കെട്ടിക്കൊടുക്കൊന്നുമില്ല, ഒക്കെ അറിയണ പദങ്ങൾ തന്നെയാണ്. അതെനിക്ക് തോന്നുന്നത് അരിന മനാസിക്കന എന്നുള്ളത് മാത്രമേ നമുക്ക് പരിചയമില്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ പരിചയമുള്ളതാണ്. ഒന്നുകൂടി നോക്കാം. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽന ഞങ്ങളെ നീ ആക്കണം, മുസ്ലിമൈനി ലക് നിനക്ക് കീഴൊതുങ്ങുന്ന രണ്ട് മുസ്ലിങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റണേ. ഇതാരാ പറയുന്നത്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. അപ്പൊ ഈ മുസ്ലിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരാണ്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. അവര് പറയാണ് ഞങ്ങളെ നീ നിനക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിമാക്കി മാറ്റണം. എന്നിട്ട് വീണ്ടും പറയാണ് വമിൻ ദുജ്ജിയത്തിന ഞങ്ങളുടെ മക്കളിൽ ഉണ്ടാക്കണം, ഉമ്മത്ത മുസ്ലിമത്തൻ ലക് നിനക്ക് കീഴൊതുങ്ങുന്ന ഒരു സമുദായത്തെ നീ ഉണ്ടാക്കണം.
ആദ്യം അവരുടെ കാര്യം മാത്രം പറഞ്ഞു. പിന്നെ മക്കൾ എന്ത് ചെയ്യണം? ഉമ്മത്തായിട്ട് അള്ളാഹു അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹ് അംഗീകരിക്കുന്ന ഉമ്മത്താക്കി, അള്ളാഹ്ക്ക് കീഴടങ്ങുന്ന മക്കളാക്കി മാറ്റണം. എന്നിട്ട് വീണ്ടും പറയണം എന്താ? വഅരിന മനാസിക്കന, ഞങ്ങൾക്ക് ആ ആരാധനാ കർമ്മങ്ങളെ നീ കാണിച്ചു തരണം. വതുബ് അലൈന, ഞങ്ങൾക്ക് ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കുകയും വേണം. ഇന്നക അൻത തവ്വാബുർ റഹീം, തീർച്ചയായും നീ അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയും ആകും. അർത്ഥം ക്ലിയർ ആണോ? അല്ലേ? അർത്ഥം ക്ലിയർ ആണോ? അർത്ഥം ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ, നമ്മുടെ ചെറിയൊരു വിശദീകരണം കേട്ടോ, കൂടുതലൊന്നുമില്ല, വളരെ ചെറിയ വിശദീകരണം നമ്മൾ പറയണത്. അതിൽ ഒന്നാമത്തെ വാചകം റബ്ബന വജഅൽനാ മുസ്ലിമീന ലക്, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കണേ എന്നാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽനാ, ഞങ്ങളെ നീ ആക്കണം, മുസ്ലിമൈൻ, കീഴൊതുങ്ങിയവരാക്കണം, അല്ലെങ്കിൽ മുസ്ലിം ആക്കണം, ലക്ക, നിനക്ക്. അപ്പൊ ഇവിടെ എന്തിനാണ് ഞങ്ങളെ മുസ്ലിം ആക്കണം അല്ലെങ്കിൽ കീഴൊതുങ്ങിയവരാക്കണം എന്ന് പറയുന്നത്? സത്യത്തിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മുസ്ലിം തന്നെയല്ലേ? അവർ അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയിട്ടില്ലേ? കീഴൊതുങ്ങിയിട്ടുണ്ട്, അവർ മുസ്ലിമുമാണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ രണ്ട് തരത്തിലാണ് പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയാം. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണമേ, അല്ലേ? പറയണില്ലേ? പറയുന്നുണ്ട്. ഇത് നമ്മളാണോ ഫസ്റ്റ് പറഞ്ഞേ? അല്ല, പിന്നാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് പറഞ്ഞു തന്നെ. അല്ലെ? ഖുറാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ഖുറാൻ അവതരിച്ചത്. ആ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നുണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർമാർഗത്തിലല്ലേ? നേർമാർഗത്തിൽ തന്നെയാണ്. പിന്നെ എന്തിനാ വീണ്ടും പറയണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പറയാൻ, പൂർണ്ണമായി കൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ തന്നെ പറയുന്നുണ്ട്, പ്രവാചകൻ വീട്ടിൽ വന്നാലും അല്ലാത്ത സമയത്തും ആകാശത്ത് നോക്കുമ്പോഴെല്ലാം പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥന. ഏതാണ് ആ പ്രാർത്ഥന? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലെങ്കിൽ റബ്ബന എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. അപ്പൊ അവിടെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാർഗത്തിൽ തന്നെയല്ലേ ഉള്ളത്? അതെ, എങ്കിലും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പറയാം. അപ്പൊ അതാണ് ഒരു വ്യാഖ്യാനം, അഥവാ ഇസ്ലാമിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇസ്ലാമിൽ പരിപൂർണമായി നിലകൊള്ളാൻ കഴിയാണ്. ചില ആൾക്കാരുണ്ടാകും, മുസ്ലിമാണെന്ന് അവകാശപ്പെടും, അവർ കർമ്മങ്ങളൊക്കെ ഉഷാറായിരിക്കും, നിസ്കാരം ഉണ്ടാകും, നോമ്പൊക്കെ ഉണ്ടാകും, പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും? പൊള്ളയായിരിക്കും. ഉള്ളു പൊള്ളയായ ആളുകളാണ് മുനാഫിക്കീൻ. നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും? അള്ളാഹുവിന് അങ്ങേയറ്റം ആരാധിക്കുകയോ അള്ളാഹ്ക്ക് കീഴൊതുങ്ങാനുള്ള ഒരു മനസ്സൊന്നും ഉണ്ടാവില്ല. കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും അവരുടെ ആരാധനാകർമ്മം. ക്ലിയർ ഉണ്ടാവില്ല, അവരുടെ ആരാധനാകർമ്മങ്ങളൊന്നും പെർഫെക്റ്റ് ആവില്ല. ഒക്കെ എന്തായിരിക്കും? ജനങ്ങളെ കാണിക്കാനും മറ്റുമൊക്കെ ആയിരിക്കും. വേറെ ചില ആളുകളാകട്ടെ ഉള്ളു ക്ലിയർ ആയിരിക്കും, പുറം തീരെ ഉണ്ടാവില്ല. ഇങ്ങനെ രണ്ടും പറ്റൂല. രണ്ടും പൂർണ്ണമായിക്കൊണ്ട്, മനസ്സും ശരീരവും അവയവങ്ങളും എല്ലാം പൂർണ്ണമായിക്കൊണ്ട് നിന്നെ ആരാധിക്കാൻ, നിനക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിമാക്കി ഞങ്ങളെ നീ മാറ്റണേ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും നടത്തിയതായിട്ടുള്ള പ്രാർത്ഥനയുടെ ഒരു ഭാഗം. ഇവിടെ പിന്നെ വീണ്ടും അതിൽ പറഞ്ഞൊരു പ്രയോഗമാണ്. ഇവിടെ ഒരു സംശയം കൂടി. കാരണം അവര് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ യഥാർത്ഥ മുസ്ലിം ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പിന്നെ വമിൻ ദുരിയത്തിന എന്നുള്ള ഒരു പ്രയോഗം കൂടി വരുന്നുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു സംശയമാണ്, മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളിലുള്ളവർക്കും മുസ്ലിം എന്ന് പ്രയോഗിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ മുസ്ലിമൈ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി മുസ്ലിമാണോ? അല്ലേ? ഇസ്മായിൽ നബി അലൈഹി സ്വലാം മുസ്ലിമാണോ? അല്ലേ? ഇബ്രാഹിം നബിന്റെ മക്കള് ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, ഇവരൊക്കെ നമ്മൾ മുസ്ലിം എന്ന് പറയോ? അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഈ മുസ്ലിം എന്ന നിലക്ക് ആദ്യമായിട്ട് മുസ്ലിം എന്ന നിലക്ക് എണ്ണാൻ പറ്റുന്നത് മുഹമ്മദ് നബിയാണോ? അല്ലേ? ഈ ഒരു സംശയം പൊതുവേ പല ആളുകൾക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് തന്നെ ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ അത് മുഹമ്മദ് നബിയാണ് എന്ന നിലക്കാണ്. സത്യത്തിൽ അത് ശരിയല്ല. മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം അത് ദൈവികമാണ്. എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമിലാണ്,
എല്ലാ പ്രവാചകന്മാരും മുസ്ലിം. അപ്പൊ ഇവിടെ അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക എന്ന നിലക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ പൊതു അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മുസ്ലിം എന്ന് പറയാം. ജൂതനും അള്ളാഹിനെ കീഴ്പ്പെട്ട് ജീവിച്ചവനാണോ, അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ച ബനു ഇസ്രായേലരായ ആളുകൾ അള്ള പറഞ്ഞതനുസരിച്ചുകൊണ്ട്, മൂസാ നബി പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളാണെങ്കിൽ അവര് മുസ്ലിമാണ്. അവര് മുസ്ലിം തന്നെയാണ്. അവരുടെ പേര് മുസ്ലിം എന്നാ പറയാ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ച ആളുകൾ, ഈസാ നബിക്കുള്ള ആളുകൾ, പിന്നെ എന്താണ് സഹായികളായിട്ടുണ്ടായിരുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് മുസ്ലിം എന്നാ പറയാം. അവര് മുസ്ലിമാണ്. എങ്ങനെ? ഈസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന കാര്യങ്ങൾ സ്വീകരിച്ചു, ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു, അതുകൊണ്ട് തന്നെ കീഴൊതുങ്ങിയവർ എന്ന അർത്ഥത്തിൽ അവർ മുസ്ലിം എന്ന് പറയും. അതാണ് പൊതുവായിട്ട് മുസ്ലിം എന്ന് പറയുന്നത്. എന്നാൽ ഖാസായിക്കൊണ്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ആ പ്രവാചകൻ അംഗീകരിക്കുന്നവരാരാണോ അവർക്ക് അവൻ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരാളുണ്ട്. അയാൾ പിന്നെ ബൈബിള് പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കുന്നു എന്ന് അയാൾ അവകാശപ്പെടുന്നു. പക്ഷേ മുഹമ്മദ് നബി അയാൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അയാളെ മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. കാരണം മുഹമ്മദ് നബിയെ കൂടി അംഗീകരിക്കുമ്പോഴാണ് ആ ഇസ്ലാമിലാകുകയുള്ളൂ. അപ്പോഴാണ് അയാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നുള്ളൂ. അതല്ലെങ്കിൽ അയാൾ യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ പൂർണ്ണനായ ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. പൂർണ്ണനായ ഒരു മുസ്ലിം ആവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ആ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക, പ്രവാചകൻ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ മുസ്ലിമായി മാറുന്നുള്ളൂ. ക്ലിയർ ആണോ? അല്ലേ? ഈ പോയിന്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, എന്നാ അതിൽ പറഞ്ഞ ഒരു പ്രയോഗമാണ് വമിൻ ദുരിയത്തിന ഉമ്മത്ത മുസ്ലിമത്തല്ലേ, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് എനിക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു. ദുരിയത്ത് എന്ന് പറഞ്ഞാൽ മക്കൾ, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം, മുസ്ലിമത്തൻ കീഴൊതുങ്ങുന്ന അല്ലെങ്കിൽ കീഴൊതുങ്ങുന്ന ഒരു സമുദായം, അംഗീകരിക്കുന്ന നിന്നെ പൂർണ്ണമായി കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ വമിൻ ദുരിയത്തിന എന്നുള്ള ആ ഒരു പ്രയോഗം ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് പറഞ്ഞാലും അത് ആരെ കുറിച്ചാണ് പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ് പറയുന്നതെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പര എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ഹാഖ് നബിയുണ്ട്, യാക്കൂബ് നബിയുണ്ട്, യൂസുഫ് നബിയുണ്ട്, മൂസാ നബിയുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബനു ഇസ്രായേലരായ ആളുകളും അതേപോലെ തന്നെ ജൂതന്മാരും ക്രൈസ്തവരും ഒക്കെ മുസ്ലിങ്ങൾ അടക്കം എല്ലാവരും അതിൽ പെടും. കാരണം എന്താ? ഇബ്രാഹിം നബിന്റെ പൂർണ്ണ മക്കൾ, ഇബ്രാഹിം നബിന്റെ ഒരു മകൻ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ് ജൂതന്മാരും ക്രിസ്ത്യാനികൾ എല്ലാവരും വന്നത്. എന്നാൽ ഇവിടെ വമിൻ ദുരിയത്തിന എന്നതിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആയതുകൊണ്ട് തന്നെ ആ രണ്ടു പേരിൽ മാത്രം ഒതുങ്ങി. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതാരാണോ അവരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഞാൻ പറയണ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇബ്രാഹിം നബിയാണ് വമിൻ ദുരിയത്തിന എന്നതിൽ ഇബ്രാഹിം നബിയെ മാത്രമാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ ഇബ്രാഹിം നബിയുടെ മറ്റു മക്കളും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗവും, അത് ജൂതനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, മുസ്ലിം ആവട്ടെ, എല്ലാവരും അതിൽ ഉൾക്കൊണ്ടു. എന്നാൽ ഇവിടെ വമിൻ ദുരിയത്തിന എന്നതില് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പൊ ഇസ്മായിൽ നബിയിലേക്ക് മാത്രം ചുരുങ്ങിയാൽ ഇവിടെ ജൂതനും ക്രിസ്ത്യാനിയും ഒന്നും പെടില്ല. കാരണം എന്താ? അവരൊന്നും ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലല്ല ഉള്ളത്. അവരൊക്കെ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ്. എന്നാൽ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലേക്ക് വരുമ്പോഴോ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകളിലേക്ക് മാത്രമാണ്. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കും. അതാണ് വമിൻ ദുരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ് വ അരിന മനാസിക്കന, ആ ആരാധനാക്രമങ്ങൾ കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹ് അറിയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കാൻ പറ്റൂല. ഇപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഇപ്പൊ ഒരു ആരാധന തുടങ്ങട്ടെ, ഒരു ദിക്റിന്റെ വക തുടങ്ങിയാലോ, അല്ലെങ്കിൽ ഞാനൊരു നിസ്കാരം തുടങ്ങിയാലോ, അല്ലെങ്കിൽ ഇന്റെ വക ഒരു സ്വലാത്തോട് തുടങ്ങിയാലോ, അല്ലെങ്കിൽ ഇന്റെ വക ഒരു നോമ്പിട് തുടങ്ങിയാലോ, ഈ രൂപത്തിൽ ഒരാൾ നിർവഹിക്കാൻ പാടില്ല. ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ക്രമങ്ങളാകട്ടെ, കർമ്മങ്ങളാകട്ടെ, അതിന്റെ മറ്റു മേഖലകളാവട്ടെ, എല്ലാം നിർവഹിക്കുന്നത് അത് അള്ളാഹ് കാണിച്ചാണ്. നബിക്ക് പോലും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യട്ടെ എന്ന് പറയാൻ പറ്റൂല.
അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതെങ്കിലും ഒരു ആരാധനാ കർമ്മങ്ങൾ തുടങ്ങാനോ നിർത്താനോ തുടർത്താനോ പറ്റുള്ളൂ. അതാണ് ഇവിടെ വഅരിന മനാസികന എന്നുള്ള ആ പ്രയോഗം കൊണ്ട് പറയുന്നത്. എന്നിട്ട് പറയണു വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വതുബ് അലൈന, അവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് നീ തൗബ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണമേ. എന്നിട്ട് അവിടെ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഇന്നക അൻത തവ്വാബുർ റഹീം, തീർച്ചയായും നീ തൗബ സ്വീകരിക്കുന്നവനാണ്. തവ്വാബാണ്, അള്ളാന്റെ ഒരു പേരാണ് തവ്വാബ്. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, നമ്മുടെ വിഷയം സമയം അധികരിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. അള്ളാഹിനോട് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനോട് യോജിക്കുന്ന അള്ളാന്റെ പേര് പറയാം. അപ്പൊ നോക്ക്, വതുബ് അലൈന എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നീ പാപങ്ങൾ പുറത്തരണേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ എന്നാ പറയണേ. അപ്പൊ അവിടെ പറയണത് ആരുടെ പേര് വിളിച്ചിട്ടാണ്? അള്ളാഹുവിനെ അത്തവ്വാബ് എന്ന് വിളിച്ചിട്ടാണ് പറയണത്, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്ന ഒരു പേര്. അവിടെയാണ് അള്ളാന്റെ പേര് വരുന്നത്. നേരത്തെ മുമ്പോ റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത് സ്വീകരിക്കണേ. എന്നിട്ട് പറയും ഇന്നക അൻത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനാണ്. ഞങ്ങൾ ഈ പറയുന്നതും ഞങ്ങൾ ഈ പ്രാർത്ഥനയും ഒക്കെ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ നിനക്ക് അറിയാലേ, അതൊക്കെ നീ സ്വീകരിക്കണേ, ഞങ്ങളുടെ കർമ്മങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കണേ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഒരു വിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകും. ആകെ അള്ളാഹ് റബ്ബ് അല്ലെങ്കിൽ റഹ്മാൻ റഹീം ഇത് മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് അള്ളാഹുവിന് അള്ളാഹ് പറഞ്ഞതായിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മാ, തീർച്ചയായും അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, 100ന് 1 കുറവ്. എന്നിട്ട് പറയാണ് വമൻ ഹഫിളഹാ ഹുവ ദഖലൽ ജന്ന, ആരാണോ അത് മനഃപ്പാഠമാക്കുന്നത്, മൻ അഹ്സാഹാ, അതിനെ ആരാണോ ഇഹ്സാ ചെയ്യണത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഏതൊക്കെ പേരുകളുണ്ടോ ആ പേരുകൾ എണ്ണിക്കണക്കാക്കണം, അതിന്റെ അർത്ഥം അറിയണം, അതിന്റെ ആശയം മനസ്സിലാക്കണം, അത് കൃത്യമായി അള്ളാഹുവിനെ കൃത്യമായി അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകും. അപ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹുവിന്റെ നാമങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും, പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ റഹ്മാൻ റഹീം അൽ മാലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ എന്നിട്ട് ഇങ്ങനെ ചൊല്ലി പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മളത് പഠിക്കണം. അതോടൊപ്പം ഏതൊരു കാര്യം നിർവഹിക്കുമ്പോഴും അതിലേക്ക് ചേർക്കുന്ന അള്ളാന്റെ പേരുകളുണ്ട്, ആ പേരുകൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല റബ്ബിനെ പരിചയപ്പെടുത്തിയ പേരുകൾ എന്തെല്ലാം ഉണ്ടോ ആ പേരുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ആ റബ്ബിനെ വിളിച്ച് അത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.